ഇത്രയും നാൾ അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ഞാനാണ് അവളെ കഴുത്തിൽ കയറി പിടിച്ചത് എന്ന് കരഞ്ഞുകൊണ്ട് റസ്മി വന്നാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് ശേഷം പവർ റൂമിനകത്ത് നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു റസ്മി. നോറ ഉണ്ടായിരുന്നു. നോറയുടെ അടുത്ത് നിന്നാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോറ ആശ്വസിപ്പിക്കേണ്ടത്, നോറ സോറി പറയേണ്ടത്, എന്നോട് ക്ഷമിക്കണം, ഇന്നലത്തെ ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ക്ഷമിക്കണം, ഞാൻ ഒന്നുമില്ല. അപ്പോൾ റസ്മിനും പറഞ്ഞ് നീ എന്താണ് സോറി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കരച്ചിലുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ റസ്മിൻ എന്ന് വെച്ചാൽ ആ ഫൈറ്റിന് ശേഷം കൺഫെഷൻ റൂമിൽ വന്ന് പവർ റൂമിൽ നിന്ന് കാര്യം വെച്ചാൽ അവൾ പറയേണ്ടത് ഇത്ര നാൾ അവൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഞാനാണ് അവളെ കഴുത്തിൽ കയറി പിടിച്ചെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും വ്യക്തമായ കാര്യം എന്താ, റസ്മിൻ ജാസ്മിനെ കഴുത്തിൽ കയറി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് എപ്പിസോഡിലോ ലൈവിലൊന്നും കാണിച്ചിട്ടില്ല. അത് ആ സീൻ വരുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് കാണിക്കണത് അവർ. അത് ഇച്ചിരി കൂടി ഭയങ്കര പ്രശ്നം സോഷ്യൽ മീഡിയയിലോ പുറത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാവും വിചാരിച്ചിട്ടാണ്, ഔട്ട് സൈഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്ന വെച്ചിട്ട് അവർ മനഃപൂർവ്വം അത് ഡിലീറ്റാക്കി കളഞ്ഞാണ്. അത് കാണിച്ചിട്ടില്ല. പക്ഷേ റസ്മീൻ്റെ വായിൽ നിന്ന് വന്ന ആ ഒരു വാക്ക് കൊണ്ട് നമുക്ക് വ്യക്തമാക്കാം റസ്മീൻ ചെയ്ത ഫിസിക്കൽ അസോൾട്ട് എന്താ വെച്ചാൽ കഴുത്തിൽ കയറി പിടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ റസ്മി പുറത്താവേണ്ടതാണ്. പക്ഷേ ജാസ്മീന് കംപ്ലൈൻറ്റ് ഇല്ല. ജാസ്മീൻ എന്തോ ഇത് കൊണ്ടിട്ട് ജാസ്മിൻ അത് വേണ്ടാന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ റസ്മിൻ ഇന്നലെ പെട്ടി പാക്ക് ചെയ്ത് പോകേണ്ട ആളാണ്. അപ്പോൾ അവിടെ അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ മാറി തലയെടുത്ത് മാറി. അതിനൊരു നോറേൻ്റെ കേസും കൂടി പറയേണ്ടത്. നോറയാണ് ഇതിൽ കാരണക്കാരി എന്ന് പറയുമ്പോൾ റസ്മിൻ പറഞ്ഞു നോറ ഇതിലില്ല, പ്രശ്നമില്ല. നന്ദന പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്, സിജു പറഞ്ഞ്. അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളും അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ബിഗ് ബോസ് കാര്യങ്ങൾ പറയണ്ടായിരുന്നു, നിങ്ങൾ അതൊന്നും കേൾക്കരുത്, നിങ്ങൾ തളർത്താൻ വേണ്ടി പല ആൾക്കാരും പല കഥകളും കെട്ടിച്ചെമ്മക്കും, നിങ്ങൾ മൈൻഡ് നിങ്ങൾ തന്നെ വിശ്വസിച്ച് നിങ്ങൾ തന്നെ പോരാടുക, ഒറ്റയ്ക്ക് കളിക്കാന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് കുറേ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഓക്കെ എന്നവർ വന്ന് അപ്പോൾ അവിടെ അതിന് ശേഷമാണ് ഈ സംഭവം അവിടെ നടന്നത്.